നമസ്കാരം, ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, കൺസൾട്ടൻറ്റ് എമർജൻസി ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, ശങ്കസ് ഹോസ്പിറ്റൽ, കൊല്ലം. ഞാൻ നിങ്ങളോട് ഇന്ന് ഡയബറ്റീസിനെ കുറിച്ച് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം എന്താണ് ഡയബറ്റീസ്? അപ്പം ആർക്കൊക്കെയാണ് ഈ ഡയബറ്റീസ് വരാൻ ചാൻസസ് ഉള്ളത്? അപ്പം എന്തൊക്കെയാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഡയബറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഷുഗർ ലെവൽ, നമ്മുടെ പ്രമേഹം, ഷുഗർ ലെവൽ നമ്മുടെ ബോഡിയിൽ ക്രമാതീതമായിട്ട് കൂടുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത്. സോ ഡയബറ്റീസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അത് യൂഷ്വലി നമുക്ക് ആദ്യം കുറച്ച് ലക്ഷണങ്ങളായിട്ടായിരിക്കാം നമുക്കിത് കണ്ടുവരുന്നത്. സോ ആദ്യം നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നതെന്ന് പറയുമ്പം അമിതമായിട്ടുള്ള ദാഹം, ഉണക്ക്, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോവുക, ഇതൊക്കെയാണ് നമുക്ക് ആദ്യം കാണുന്നത്. പിന്നെ ചിലവർക്ക് ഇത് അമിതമായിട്ട് മൂത്രത്തിൽ കൂടെ ഇങ്ങനെ പതയായിട്ട് പോകുന്നത് നമുക്ക് കാണിച്ചു വരാറുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഡയബറ്റീസിന് ലക്ഷണങ്ങളായിട്ട് ഇനിഷ്യൽ സ്റ്റേജിൽ കാണിക്കുന്നത്. സോ അത് എങ്ങനെ നമുക്കിത് തിരിച്ചറിയാം? അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ ബ്ലഡ് ഷുഗർ ലെവലാണ്. സോ ബ്ലഡ് ഷുഗർ ലെവൽ നമുക്കൊരു രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, രണ്ടാമത്തേത് PPBS എന്ന് പറയും. ആഹാരത്തിന് ശേഷം 1.5 മണിക്കൂറിനും 2 മണിക്കൂറിനും ഇടയ്ക്കിടയ്ക്കുന്ന ഷുഗർ ലെവൽ. സോ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമുക്ക് എപ്പോഴും ഒരു 70നും 110നും ഇടയ്ക്കായിരിക്കണം. നമ്മുടെ ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ ലെവൽ നമുക്ക് ഒരു 100നും 140നും ഇടയ്ക്കാണ് ഐഡിയലായിട്ട് നിർത്തേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ടെസ്റ്റാണ് HbA1c എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലെവൽസ് എങ്ങനെ ആയിരിക്കണമെന്നൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ബിലോ ഒരു 6ലാണ് നമുക്ക് നിർത്തേണ്ടത്, ഈ ഡയബറ്റിക് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നത്. 6നും 6.5നും ഇടയ്ക്കുള്ളത് നമ്മളൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്നുള്ളതാണ്. യൂഷ്വലി നമുക്ക് ഈ സ്റ്റേജിൽ നമുക്ക് മെഡിക്കേഷൻ ചിലപ്പോൾ ഇല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ അത് നമ്മളെ ആ ഷുഗർ ലെവൽ അനുസരിച്ചായിരിക്കും, ഡയറ്റിലൊക്കെ മാത്രം നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എബോവ് 6.5 ആണെങ്കിൽ നമുക്ക് എന്താണെന്നാലും മെഡിക്കേഷൻ വേണ്ടി വരും. അത് ഒരു ഡയബറ്റിക് സ്റ്റേജ് എന്നുള്ള രീതിയിൽ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള മെഷേഴ്സ്? ഫസ്റ്റായിട്ട് എപ്പോഴും നമ്മൾ ആദ്യം പറയുന്ന ഡയറ്റ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്തുവാണ് ഈ ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അരിയാഹാരം കുറയ്ക്കുക, അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഇത് കൂട്ടുക എന്നൊക്കെ പല ഇതുണ്ട്. പക്ഷേ നമ്മൾ അരിയും ഗോതമ്പും എല്ലാം തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാര സാധനങ്ങൾ. സോ അപ്പോൾ നമ്മൾ അരിയിൽ നമ്മളിപ്പോൾ ഒരു 83-84% ശതമാനമാണ് ഗ്ലൂക്കോസ് എങ്കിൽ നമ്മൾ ഗോതമ്പ് എടുക്കുമ്പോഴത്തേക്ക് അതൊരു 76നും 78നും ഇടയ്ക്ക് കാണാറുണ്ട്. സോ അത് രണ്ടും ഏകദേശം ഒരേ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ അളവാണ് മെയിൻ. ഇത് നമ്മൾ രാവിലെ നമ്മൾ മലയാളികളാകുമ്പോൾ എന്താണെന്നാലും രാവിലെ ഒരു 3 ദോശ അല്ലെങ്കിൽ 4 ദോശ അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പിന്നെ ചമ്മന്തി, പിന്നെ ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒരു മധുരയിട്ട ചായ. അപ്പോൾ രാവിലത്തെ ഒരു കലോറി എടുക്കുമ്പം തന്നെ നമുക്ക് എങ്ങനെ പോയിരുന്നാലും ഒരു 500നും 700നും ഇടയ്ക്ക് ഉള്ള ഒരു കലോറി ആയിരിക്കും നമുക്ക് പോകുന്നത്. സോ അതെന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ കൂടുതലും കലോറി ആയിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതെന്ന് പറയുമ്പോൾ അതും കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും കൂടുതൽ പോകുന്നത്. സോ അതാണ് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ രാവിലെ കഴിക്കുന്ന ദോശ നിങ്ങൾ 4 ദോശയാണ് കഴിക്കുന്നതെങ്കിൽ അതിനെ 2 ദോശയാക്കി കൺട്രോൾ ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ ഒരു പുഴുങ്ങിയ മുട്ടയോ, അല്ലെങ്കിൽ നമുക്കിപ്പം പയർ മുളപ്പിച്ചത്, അല്ലെങ്കിൽ കടലക്കറി, ഇപ്പോൾ 2 ദോശ എടുത്തിട്ട് ഒരു ബൗൾ നിറച്ച് കടലക്കറി, അങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് കലോറി നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഈ കലോറി കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഉച്ചഭക്ഷണത്തിൻ്റേതാണ്. ഉച്ചഭക്ഷണം നമ്മളെ കേരളീയർക്ക് എപ്പോഴും നോക്കിയാലും നമ്മുടെ അരിയാഹാരങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ കഴിക്കുന്നത്. സോ അതിൽ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ്. സോ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തണം. അതിപ്പോൾ നമ്മളൊരു പോർഷൻ സൈസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ 1/3 ഭാഗം മാത്രമേ നമ്മൾ ചോറ് പാടുള്ളൂ. ബാക്കിയുള്ള ഒരു 2/3 പോർഷനും നമ്മൾ വെജിറ്റബിൾസ്, പ്രോട്ടീൻസ്, ബാക്കി കറികളെന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ
കൊണ്ടുപോകേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കലോറിയും കുറച്ച് നിർത്താൻ പറ്റത്തുള്ളൂ, അതിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റ് എടുക്കുന്ന അളവും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റുക? ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, കഴിയുന്നതും നമുക്ക് ബ്രൗൺ റൈസ് കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ബ്രൗൺ റൈസ് എന്ന് പറയുമ്പോൾ തവിടുള്ള അരി, അത് കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെപ്പോഴും ഒരു ചോറ് കഴിക്കുന്നതിന് മുന്നേ ഒരു സലാഡ് എന്തെങ്കിലും കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ സലാഡ് വെള്ളരി, അല്ലെങ്കിൽ ഇപ്പം ക്യാരറ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് ആദ്യം അത് കഴിച്ചതിന് ശേഷം അപ്പോൾ നമ്മളൊരു വയറ് ഓൾമോസ്റ്റ് ചെറിയൊരു രീതിയിലൊന്ന് ഫില്ലിംഗ് ആയി തുടങ്ങും. അപ്പോൾ നമുക്ക് അമിതമായിട്ട് വലിച്ചു വാരി കഴിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ എപ്പോഴും ഇപ്പോൾ മലയാളികൾക്ക് മീൻ എന്തായാലും മെയിൻ ഒരു ഇതാണ്. സോ മീൻ നമുക്ക് കഴിക്കാം, കഴിയുന്നതും പൊരിച്ച് കഴിക്കാതെ കറി വെച്ച ഐറ്റംസ് തന്നെ കൂടുതലും കഴിക്കാൻ ശ്രമിക്കുക. അവിയലാണെങ്കിലും ഇപ്പം മെഴുക്കുവരയൊക്കെ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക. കൂടുതലും തോരനായിട്ടൊക്കെ ഉള്ള രീതിയിൽ കഴിക്കാം. പിന്നെ പപ്പടം അങ്ങനെയൊക്കെ ഉള്ളതും നമ്മൾ ഒഴിവാക്കാൻ കൂടുതലും ശ്രമിക്കുക. പിന്നെ ഈ ആഹാരം കഴിഞ്ഞതിന് ശേഷം മിക്കവരും ഈ മധുരം കഴിക്കുന്ന ആൾക്കാർ കൂടുതലാണ്. അതൊരു എക്സ്ട്രാ കലോറിയും കൂടെയാണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്. അതും നമുക്കിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു മീൽ തന്നെ നമ്മൾക്ക് എങ്ങനെ പോയിരുന്നാലും ഒരു 450-നും ഒരു 700 കലോറിക്ക് ഇടയ്ക്ക് വരുന്നുണ്ട്. അതിപ്പം അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ ഗുലാബ് ജാമുനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കുമ്പോഴത്തേക്ക് വീണ്ടും കലോറി നമുക്കൊരു 300-400 കലോറി വീണ്ടും ഒറ്റയടിക്ക് അങ്ങ് കയറുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്കുള്ള ടോട്ടൽ കലോറി നോക്കുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ വ്യത്യാസം വരും. സോ അങ്ങനെയുള്ള മധുര ഐറ്റംസ് നമ്മൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. നൈറ്റ് ഡിന്നറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നത് ഒരു 6-നും ഒരു 7:30-ക്കും ഇടയ്ക്ക് ഡിന്നർ കഴിക്കുക എന്നുള്ളതാണ്. കഴിയുന്നതും ലേറ്റായിട്ട് ഡിന്നർ കഴിക്കാതിരിക്കുക. നമ്മളെ മെറ്റബോളിസം നമ്മൾക്ക് എപ്പോഴും സ്ട്രോങ് ആയി നിൽക്കുന്നത് നമ്മൾ ആക്റ്റീവായി നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ദഹിക്കാനും എല്ലാത്തിനും നമ്മൾ ആക്റ്റീവായിരിക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ പറ്റുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ കിടക്കുന്നതിന് ഒരു 2 മണിക്കൂറിന് മുന്നേ എങ്കിലും നമ്മൾ ആഹാരം കഴിക്കണമെന്ന് പറയുന്നത്. സോ അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കാണ്ട്. നൈറ്റ് ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഡിന്നർ കഴിയുന്നതും ഒരു ലഘുവായിട്ട് തന്നെ നമ്മൾ വയ്ക്കാൻ ശ്രമിക്കണം. ഒരു രാത്രിയാണെങ്കിലും ഇപ്പോൾ ഒരു കപ്പും ചെറിയൊരു ബൗൾ ഓട്സോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ ഒരു 2 ചപ്പാത്തി, പിന്നെ എന്തെങ്കിലും ചെറിയ രീതിയിൽ കറി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ശ്രമിക്കണം. പിന്നെ എപ്പോഴും നമ്മൾ ഈ രാത്രിയുള്ള അത്താഴം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ കഴിയുന്നത് ഒരു 15-20 മിനിറ്റ് നടക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതിന് ശേഷം മാത്രം, കാരണം അത് നമ്മളെ ഒരു കഴിച്ചതിനെ ദഹിപ്പിക്കാനും നമ്മളെ ഒരു മെറ്റബോളിസം ശക്കലും കൂടെ ഒന്ന് ഹയർ റേറ്റിലേക്ക് നിർത്താനും നമുക്കത് സഹായമാകും. അതിനുവേണ്ടിയാണ് ഈ ആഹാരം കഴിച്ചതിന് ശേഷം നടക്കണമെന്ന് പറയുന്നത്. ഓൾറെഡി ഡയബറ്റിക്കിന് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ നടന്നു വന്നതിന് ശേഷം നൈറ്റ് കിടക്കാൻ പോകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഒരു സലാഡ് വെള്ളരിയുടെ പകുതിയോ ഒരു 3-4 പീസും കൂടെ കഴിച്ചിട്ട് കിടക്കുന്നത് വീണ്ടും നല്ലതായിരിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ ഡയറ്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പം എത്രയും മീൻസ് നമ്മളിപ്പം ബ്ലഡ് ഷുഗർ ലെവൽ എന്തെങ്കിലും കണ്ട് നമ്മളിപ്പം ജനറലായിട്ട് ചെക്കപ്പ് ചെയ്യുമ്പോഴായിരിക്കാം നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കൂടി നിൽക്കുന്നത് കാണുന്നത്. എമർജൻസി ആയിട്ട് തന്നെ നിങ്ങൾ ഒരു ഫിസിഷ്യനെയോ ഡയബറ്റോളജിസ്റ്റിനെയോ കാണിക്കുക. അതിന് വേണ്ട അവരുടെ ഉപദേശത്തിനനുസരിച്ച് നിങ്ങൾ അതിന് ശേഷമുള്ള ഒരു ലൈഫ് സ്റ്റൈലാണെങ്കിലും മെഡിക്കേഷൻ ആണെങ്കിലും എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ കുഴപ്പമില്ല, നമ്മളിപ്പം ഷുഗർ ലെവൽ ഇത്രയല്ലേ ഉള്ളൂ, നമുക്ക് ഡയറ്റിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാമെന്ന് സെൽഫായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് കയറി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ എപ്പോഴും നമ്മൾ ഈ ഒരു ഡയബറ്റിക്കൊക്കെ ഉള്ള ആൾക്കാർ കഴിയുന്നതും സെൽഫായിട്ട് ട്രീറ്റ് ചെയ്യാതെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്ത് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ആദ്യം ടാബ്ലറ്റ്സിലായിരിക്കും യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രമാതീതമായിട്ട് നമ്മൾ ഷുഗറിൻ്റെ ലെവൽ കൂടി നിൽക്കുക അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഇൻസുലിൻ്റെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരിക. സോ ഇൻസുലിൻ യൂഷ്വലി നമ്മൾ HbA1c മോർ ദാൻ ഒരു 9 നിൽക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മൾ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ മൾട്ടിപ്പിൾ ടാബ്ലറ്റ്സ് വഴിയായിരിക്കും യൂഷ്വലി നമ്മൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്നില്ല എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഇൻസുലിൻ എന്നുള്ള ലെവലിൽ പോകുന്നത്. അപ്പോൾ
മിക്കവർക്കും നമുക്കിപ്പോൾ ചോദിക്കുന്നത് സാർ ഇൻസുലിൻ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും എടുക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യം കൂടുതൽ ചോദിച്ച് വരാനുണ്ട്. അങ്ങനെ ഒരു ഇതില്ല. നമുക്ക് ഇൻസുലിൻ എടുത്ത് തുടങ്ങിയാലും നമ്മുടെ ഷുഗർ ലെവൽ അണ്ടർ കൺട്രോൾ ആയി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അതിനെ പതിയെ ടേപ്പർ ചെയ്ത് നമുക്ക് ടാബ്ലറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഐഡിയലി എപ്പോഴും നമുക്ക് ഇൻസുലിൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഓരോരുത്തർക്കും ഈ ഇഞ്ചക്ഷൻ എടുക്കണം, അതിൻ്റെ കുത്തുകൊള്ളുന്ന വേദന എന്നൊക്കെ ഉള്ള രീതിയിൽ വരുമ്പോഴത്തേക്കാണ് മിക്കവരും ഇൻസുലിൻ്റെ ഇത് മടിക്കുന്നത്. ഇപ്പോൾ പഴയ രീതിയിലും അല്ല. ഇപ്പം പണ്ടാണെങ്കിൽ സൂചിയിൽ നിറച്ച് നമുക്ക് ഇഞ്ചക്ഷനായിട്ടൊക്കെ എടുക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ചെറിയ പെൻ രൂപത്തിലുള്ള ഇത് വരുന്നുണ്ട്. വലിയ ഓൾമോസ്റ്റ് പെയിൻലെസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇൻസുലിനൊക്കെ എടുക്കാനുള്ള ന്യൂവർ ഫെസിലിറ്റീസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻസുലിൻ എടുക്കുന്നതും ഇപ്പം അത്ര ഒരു പേടിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. 2024 WHO ഡയബറ്റിക് തീം എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബ്രിഡ്ജിങ് ഗ്യാപ്സ് എന്നാണ്. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ആശംസിക്കുന്നു.